Good morning. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. Good morning. എല്ലാരും വായിച്ചു നോക്കിയോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? Yes, ma'am. മനസ്സിലായ എന്തെങ്കിലും? വായിച്ചു നോക്കിയിട്ട് പിടികിട്ടുന്നുണ്ടോ? വായിച്ചിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവരൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഷോ ചെയ്യട്ടെ? കാണുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന HMSന്റെ ബെനിഫിറ്റ്സ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുകയാണ്. അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് നമ്മൾ ഡോക്ടർക്ക് വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ നമ്മളെ വിളിക്കുക അല്ലെ? വിളിക്കുക. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവര് സിസ്റ്റത്തിൽ നോക്കിയിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പേര് പറയുന്നതിന് മുമ്പായി അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്ക് എന്ത് കിട്ടും? മനസ്സിലാകും അല്ലെ? നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ എന്താണ്, നമ്മുടെ പേരെന്താണ്, നമ്മുടെ വയസ്സ് എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് ഒറ്റ ക്ലിക്കിലൂടെ അവരുടെ സിസ്റ്റത്തിൽ കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. കേട്ടോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ് ഞാൻ. അതായത് ആ ഡോക്ടർക്ക് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ കഴിയുന്നത് ഈ ഒരു HMS എന്ന് പറയുന്ന അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. എല്ലാ കാര്യം നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല അല്ലെ? എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും അവരതിനകത്ത്. അതുപോലെ തന്നെ അവരെ കൺസൾട്ട് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം അവർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ അല്ലെ, മെഡിസിൻ തരും അല്ലെ? ഇതും എന്താണ് ഫാർമസിയിലോട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു സിസ്റ്റം വഴിയാണ്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡോക്ടറെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് വിട്ടുപോയി, എന്തെങ്കിലും രോഗം നമ്മുടെ പറയാനായിട്ട് വിട്ടുപോയി, രണ്ടാമത് നമ്മൾ ഒന്നും കൂടി കയറുകയാണ്. അപ്പൊ അവരോട് നമ്മൾ പറയുമ്പോൾ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അതൊന്ന് ആഡ് ചെയ്തിട്ട് ഫാർമസിയിലോട്ട് കണക്ട് ആവും. അപ്പൊ ഇങ്ങനെ കണക്ഷൻ സംവിധാനം, അതായത് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും, അതായത് ഒരു രോഗിയുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും രോഗിക്ക് കിട്ടുന്നത് ഹോസ്പിറ്റലിലെ ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ്. ഏകദേശം ക്ലിയർ ആയില്ലേ? ഒരൊറ്റ ക്ലിക്കിലാണ് എന്ത് കിട്ടുന്നത്? ആ ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആകും. കേട്ടോ? ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ? ഇലക്ട്രോണിക് ഇത് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന എല്ലാ ഭാഗവുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. നോക്കിയ നിങ്ങൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, പേഷ്യന്റ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ഇൻഷുറൻസ് ക്ലെയിം മാനേജ്മെന്റ് സിസ്റ്റം, ഇമ്മ്യൂണൈസേഷൻ ട്രാക്കിംഗ് സിസ്റ്റം, ഇൻവെന്ററി ആൻഡ് പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഡാറ്റ അനലിറ്റിക് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, pharmaceutical information system, laboratory information management system, radiology information management system, appointment scheduling system, healthcare billing and accounting system. Okay, ഇത്രയുമായിട്ട് കണക്റ്റഡ് ആണ് HMS. ഇത് നോക്കി നിങ്ങൾ, അടുത്തൊരു പിക്ചർ ആണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതും അത് തന്നെയാണ്. പേഷ്യൻസ്, അഡ്മിറ്റ് പാനൽ, വെബ് ഹോസ്റ്റിംഗ്, ഇൻസ്റ്റാളേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, രജിസ്ട്രേഷൻ, ഡയഗ്നോസ്റ്റിക്, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകൾ, എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളൊരു ഫോൺ വിളിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നമുക്കൊരു ഫോണിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിനുള്ളത് കേട്ടോ. അപ്പോയിന്റ്മെന്റ് മുതൽ പേഷ്യന്റ് അഡ്മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, എല്ലാത്തിനും.
HMS എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചുറ്റിലും കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടാബ്ലറ്റ്, ഡോക്ടർ, അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ നിങ്ങള്. ഡാഷ്ബോർഡ് എന്നാണ് ഇതിന് പറയാ കേട്ടോ. ഡാഷ്ബോർഡ്, ഹെൽത്ത് ഡാഷ്ബോർഡ് എന്നാ പറയുക. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഗ്രാഫ് പോലെയാണ്, പല പിക്ചറുകളുടെ സഹായത്തോടു കൂടി കാണിക്കുന്നതാണ്, പ്രസന്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഡാഷ്ബോർഡ്? അതിന്റെ പിക്ചർ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും നോക്കിയില്ലേ? കണ്ടില്ലേ എല്ലാവരും? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ. നമുക്ക് നേരെ കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് വരാം കേട്ടോ. Appointment management. Managing appointments manually is not only autonomous. Screen കാണുന്നില്ലേ? Screen കാണുന്നില്ലേ? Okay. ഒരു സെക്കൻഡ് കേട്ടോ. ഒരു സെക്കൻഡ്. സ്ക്രീൻ കാണില്ല, നമുക്ക് ഇത് തന്നെ ചെയ്യട്ടെ. അത് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. Managing appointments manually is not only autonomous, but also increases the chance of making an error. Even in a recent study, 68% of patients said they were more inclined to choose a hospital where they could schedule, alter, or cancel appointments online. Okay, അതായത് ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റുകൾ ഹോസ്പിറ്റലുകളിൽ സ്വമേധയായി കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതായത് ഒരാള് തന്നെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഒരൊറ്റ ഇതിലെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോയിന്റ്മെന്റ്സുകളിൽ ഇത് കുറച്ച് പിശകുകൾ അല്ലെങ്കിൽ അറവ് വരുത്താനായിട്ട് സാധ്യതയുണ്ട് മോട്ടോണമസ് ആയിട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ 68% ആളുകളും അല്ലെങ്കിൽ 68% പേഷ്യൻസും പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈനിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കാനാണ് ആഗ്രഹമെന്നാണ്. ഓക്കെ, ഓൺലൈൻ വഴിയുള്ള അപ്പോയിന്റ്മെന്റിനാണ് 68% പേഷ്യൻസും ഇവിടെ ഫേവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ല, ഓൺലൈൻ വഴിയുള്ള അപ്പോയിന്റ്മെന്റിനാണ് അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്.
ഓൺലൈൻ വഴിയുള്ള അപ്പോയിന്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, നമ്മൾക്ക് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ മാറ്റാനും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് അല്ലെ. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം, വേണമെങ്കിൽ ആ അപ്പോയിന്റ്മെന്റ് മാറ്റാം, അതുപോലെ തന്നെ അത് ക്യാൻസൽ ചെയ്യാം. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ സ്വമേധയായുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക, അതാണ് ഓട്ടോണമസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വമേധയാ ഈ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ അത് എറർ വരുത്താനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രോഗികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിനാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? മനസ്സിലായല്ലോ? ഓക്കെ. Then a hospital management system enables us to add a scheduling option to the hospital website so that patient can easily schedule appointment. Once the patient has reserved an appointment, the hospital management system will match the patient illness to the doctor's area of expertise. It will then allocate them to the next available specialist or they prefer. It also updates the available slots in real time to avoid any perplexity at the hospital. ഇവിടെ പറയുന്നത് ആശുപത്രിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് എളുപ്പത്തിൽ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ആശുപത്രിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാകും, ആ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. സിസ്റ്റം പേഷ്യന്റിന്റെ അസുഖത്തെ ഡോക്ടർമാരുടെ ഡിപ്പാർട്ട്മെന്റുമായി മാച്ച് ചെയ്യുന്നു. നമ്മളിപ്പോ എനിക്കിപ്പോ ഒരു നെഞ്ചുവേദന വന്നു എന്ന് വിചാരിക്കാം, ഞാൻ ഓൺലൈൻ വഴിയാണ്, ഫോൺ വഴി എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ്. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ എന്താ പറയുക, ഓൺലൈൻ വഴി എന്തെങ്കിലും നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാമഗ്രി വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. ഞാൻ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ എന്റെ ഇൽനെസ്, എനിക്കിപ്പോ നെഞ്ചുവേദനയാണെന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോ അവരെന്ത് ചെയ്യും, അതായത് കാർഡിയാക് വിഭാഗവുമായി എന്നെ കണക്ട് ചെയ്യിപ്പിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അസുഖത്തിനനുസരിച്ച് അസുഖത്തിന് മാച്ച് ആകുന്ന ഡോക്ടേഴ്സ് അവരുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യും, ഈ HMS എന്ന് പറയുന്ന സിസ്റ്റം കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ രോഗിക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഡോക്ടറുടെ അവർക്ക് മുൻഗണന കൊടുക്കുന്നു. അതായത് രോഗിക്ക് ചിലപ്പോൾ സീനിയർ ഡോക്ടേഴ്സിന് ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സീനിയർ ഡോക്ടർ ഉണ്ടാവാം, ജൂനിയർ ഡോക്ടർ ഉണ്ടാവാം. അപ്പൊ രോഗിക്ക് ആരെയാണോ കാണേണ്ടത്, രോഗിക്ക് കാണാൻ ആരെയാണോ ഇഷ്ടമുള്ളത് അവർക്ക് അവർക്ക് അപ്പോയിന്റ്മെന്റ് കണക്ട് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കായിട്ട് അത് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കുന്നു. അപ്പൊ സീനിയർ ഡോക്ടറെയാണ് കാണണമെങ്കിൽ ആ സീനിയർ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് രോഗിക്ക് എടുത്തു കൊടുക്കുന്നു. അതല്ല ജൂനിയർ ഡോക്ടറാണ് കാണണമെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കുന്നു. അപ്പൊ ഏത് മേഖലയാണ് പേഷ്യന്റിന്, നമ്മൾ ഈ കാര്യം കൂടി നോക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ ഇൽനെസ് എന്താണ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സിനെ മാച്ച് ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയാ, അപ്പോയിന്റ്മെന്റുകൾ സ്ലോട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അതായത് അപ്പപ്പോ എടുക്കുന്ന അപ്പോയിന്റ്മെന്റുകൾ അപ്പപ്പോ സ്ലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരേ രോഗവുമായിട്ട് ധാരാളം പേഷ്യൻസ് വരുമ്പോൾ ഒരേ ഡോക്ടറെ തന്നെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് ചില കമ്മ്യൂണിക്കേഷൻ എറർസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ സ്ലോട്ട് ചെയ്തുകൊണ്ട് റിയൽ ടൈം സ്ലോട്ടർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ വരാറില്ല. ഓക്കെ. The next step in appointment booking is to gather medical documents. An HMS with a patient portal is used to collect documents and share the patient history with the doctors well in advance. If the patient requires help at her house, the system will verify the doctor's availability for the remote visit and assign accordingly. In this way, patients can create an easy and error-free process by digitalizing the appointment reserving process. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിന്റെ HMSന്റെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, അതായത് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, അപ്പോയിന്റ്മെന്റ് ഡോക്ടേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് മാച്ച് ചെയ്യുന്നു, അതിനകത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മെഡിക്കൽ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, രോഗികളുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുന്നു. ഓക്കെ. അവരുടെ മുൻകാല ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ
അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി വെച്ചിട്ട്, അവരുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി വെച്ചിട്ട് അവരുടെ മുൻകാലങ്ങളിൽ അവർക്കുണ്ടായിരുന്ന രോഗം ഡോക്ടേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സിന് ആ രേഖകൾ കൊടുക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യന്റിന് ആവശ്യമാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, ഇഫ് ദ പേഷ്യന്റ് റിക്വയർസ് ഹെൽപ്പ് അറ്റ് ഹിസ് ഹർ ഹൗസ്, ദ സിസ്റ്റം വിൽ വെരിഫൈ ദ ഡോക്ടേഴ്സ് അവൈലബിലിറ്റി ഫോർ ദ റിമോട്ട് വിസിറ്റ് ആൻഡ് അസൈൻ അക്കോർഡിംഗ്ലി. ഇപ്പൊ ഒരു രോഗിക്ക് വീട്ടില് ഡോക്ടറുടെ സേവനം ആവശ്യമാണെങ്കിൽ എന്താണ് ചെയ്യുക, ആവശ്യമാണെങ്കിൽ ആ ഡോക്ടറെ, അതായത് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ആ ഡോക്ടർ ആ ഒരു പേഷ്യന്റിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് നമുക്കറിയാം. ഡോക്ടേഴ്സ് വീട്ടിൽ വന്ന് നോക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ മൂവിയിലാണെങ്കിലും നമ്മൾ ടിവിയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ നേരിട്ടുള്ള അനുഭവത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ നോക്കാനായിട്ട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ HMS സിസ്റ്റം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ തടസ്സമില്ലാത്ത അനുഭവത്തിനായിട്ട് അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് ലളിതമാക്കുകയും ഡിജിറ്റൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സ്മൂത്ത് ആക്കുകയും ഡിജിറ്റലൈസ് ചെയ്യുകയും ഈ ഒരു സിസ്റ്റത്തിലൂടെ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതായത് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നു, വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം, അത് ആൾട്ടർ ചെയ്യാം. പിന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം ഡോക്ടറുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അതിനെ മാച്ച് ചെയ്യുന്നു. അതിനുശേഷം സ്ലോട്ട് എന്ന് പറഞ്ഞാല് അപ്പൊ അപ്പോയിന്റ്മെന്റുകൾ സ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു 10 പേഷ്യൻസ് ഒരുമിച്ച് ഒരു സമയത്ത് വരികയാണ്. ഓക്കെ, വരുമ്പോഴ് ആ പേഷ്യൻസിന്റെ വിവരങ്ങൾ അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അതാണ് സ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? എളുപ്പമല്ലേ ഇത് വായിച്ചെടുക്കാനായിട്ട്? എളുപ്പമല്ലെന്നോ വായിച്ചെടുക്കാനായിട്ട്? മനസ്സിലായിട്ടില്ലെന്നോ? എന്താ ശ്രീജ മനസ്സിലാവാത്തെ? മനസ്സിലായി? ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ന്യൂ ടേംസ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നു, ടൈംലി നോക്കിയേ. ഇവിടെ എന്താ പറയുക, റിസപ്ഷനിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി അത് മാനേജ് ചെയ്യുന്നു. ഇതിന് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. നമ്മ വീട്ടിലിരുന്നാണ് ഇത് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു, നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുന്നു. ആ ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ നോക്കിയേ, ഒരു അദ്ദേഹത്തിന്റെ പേര് ജോൺ ഡോ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹമാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കേസ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ആ സിസ്റ്റത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഏജ്, ജെൻഡർ, വെയിറ്റ്, ഹൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ കോൺവെർസേഷൻ ഹിസ്റ്ററി, അദ്ദേഹം ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന്റെ വിവരങ്ങള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. പേഷ്യന്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ആഫ്റ്റർ ദ പേഷ്യന്റ് ഓറിയന്റേഷൻ ഈസ് കംപ്ലീറ്റഡ്, the patient is shifted to an IPD or OPD. The patient management module of HMS caters to the necessities of the inpatient and the outpatient department. It collects and stores the medical history, treatment required, details of their previous visitors, upcoming appointments. ഒരു സെക്കൻഡ് കേട്ടോ.
എന്ത് ചെയ്യും? വോയിസ് മാത്രം പറഞ്ഞു കാണണ്ടേ ലൈറ്റ് ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. കേൾക്കാമോ? കറണ്ടിന്റെ പ്രശ്നമുണ്ട്. കറണ്ട് പോയിരിക്കുവാണ്. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പ്രോബ്ലം ഉണ്ടോ? ഇല്ല മാം, എടുത്തോളൂ. വോയിസ് ആയിട്ട് എടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ആഫ്റ്റർ ദ പേഷ്യന്റ് ഓറിയന്റേഷൻ ഈസ് കംപ്ലീറ്റഡ്, the patient is shifted to an IPD2 or OPD. അതായത് പേഷ്യന്റിന്റെ ഡാറ്റയും മറ്റൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് ഓറിയന്റേഷൻ, അതായത് ഡാറ്റയൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം, കളക്ട് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം പേഷ്യന്റിനെ IPDയിലേക്കോ OPDയിലേക്കോ എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ഡോക്ടറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അതിന് ശേഷം ചിലപ്പോ OPDയിലേക്ക് ഷിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ IPDയിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. The patient management module of HMS caters to the necessities of the inpatient and outpatient department. അപ്പോൾ ഈ HMSന്റെ മൊഡ്യൂൾ അനുസരിച്ച്, ഈ ഒരു സിസ്റ്റം അനുസരിച്ച് പേഷ്യന്റിന് എവിടേക്കാണോ ആവശ്യം, ചിലപ്പോൾ OPDയിലോ IPDയിലോ ഒക്കെ ആയിരിക്കും ആവശ്യം വരിക, അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ OPDയിലേക്കായിരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കാൻ പോകുന്നത്. ഏത് വിഭാഗമാണെങ്കിലും അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിവരങ്ങള് ട്രാൻസ്ഫർ ചെയ്യുന്നു. It collects and stores the medical history, treatment required, details of their previous visits, upcoming appointments, reports, insurance details and more. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഒന്നില്ലെങ്കിൽ OPDയിലേക്കോ അല്ലെങ്കിൽ IPDയിലേക്കോ വിവരങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചില വിവരങ്ങൾ എന്തുണ്ടാകും? അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും HMS. എന്തൊക്കെയാണ് ആ വിവരങ്ങള്? മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാകും. രോഗിയുടെ പാസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, രോഗിയുടെ ചികിത്സ, അതുപോലെ തന്നെ പ്രീവിയസ് രോഗി മുൻകാലങ്ങളിൽ അവിടെ വന്നിട്ടുള്ളതിന്റെ ആ ഒരു വിസിറ്റുകള്, ഇനി പുതിയ ഡോക്ടർമാരെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ ലാബ് റിപ്പോർട്ടുകള്, ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിസ്റ്റം വഴി ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? OPDയിലേക്കോ IPDയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങക്ക്? ഇല്ല. It generates unique admission numbers for each patient to easily handle admission, discharge and transfer. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം എല്ലാ പേഷ്യൻസിനും ഒരു യൂണിക് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഒരു പേഷ്യന്റ് ID, ഒരു യൂണിക് ID ഉണ്ടാകും, അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് കൊടുക്കുന്നതിലൂടെ പേഷ്യന്റിനെ എളുപ്പത്തിൽ ഡിസ്ചാർജ് ചെയ്യാനും അഡ്മിറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നു. അപ്പൊ ആ HMS സിസ്റ്റത്തിൽ നോക്കിയാൽ അറിയാം, എല്ലാ പേഷ്യൻസിനും HMS കൊടുക്കുന്ന ഒരു യൂണിക് ID ഉണ്ട്. ആ യൂണിക് ID വെച്ചിട്ടാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ അവിടെ പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, then it also builds a comprehensive discharge summary to make sure of smooth discharge. അതുപോലെ തന്നെ ഇത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്ചാർജിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്ചാർജിന് വേണ്ടി. Then
At the same time, it records and generates related documents, example, consent forms for electronic signature. അതുപോലെ തന്നെ ഈ സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഗ്യാദർ ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് ആയിട്ടാണ്, ഓൺലൈൻ വഴിയാണല്ലോ നമ്മൾ ഈ ഡിസ്ചാർജ് സമ്മറി ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിക് സിഗ്നേച്ചറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. Okay. The next, when you begin collecting and storing data on HMS, default also eliminates the need to get this details on every visit. അതായത് HMS-ല് ഒരാളുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ ആ പേഷ്യൻസ് ചിലപ്പോൾ പല പ്രാവശ്യം എന്ത് ചെയ്യാം, വിസിറ്റ് ചെയ്യാം ഹോസ്പിറ്റൽ അല്ലെ, ഡോക്ടറെ പല പ്രാവശ്യം കാണാനായിട്ട് വരാം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഡോക്ടർക്ക് ഒരു പ്രാവശ്യം രോഗി വന്നു, 2-3 പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ ഡോക്ടർക്ക് എന്ത് ചെയ്യേണ്ട, റിസപ്ഷനിലേക്ക് നേരെ വിളിക്കേണ്ട, അല്ലെങ്കിൽ വേറെ OPD-യിലേക്ക് നേരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സിസ്റ്റം വഴി ആ പേഷ്യന്റിന്റെ എല്ലാത്തരം ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഒരൊറ്റ വിസിറ്റ് മതി. ആ വിസിറ്റിലൂടെ എല്ലാ ഡീറ്റെയിൽസും ആ പേഷ്യന്റ് എപ്പോഴാണോ ഡോക്ടറുടെ അടുത്ത് വരുന്നത് ആ സമയത്തൊക്കെ ആ പേഷ്യന്റിന്റെ ഡാറ്റ ഡോക്ടേഴ്സിന് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ. Then HMS enables doctors and staff to focus more on the treatment than administrative work. ഇങ്ങനെയുള്ള കാര്യങ്ങൾ HMS-ന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളെക്കാൾ കൂടുതൽ പേഷ്യന്റിനെ കൂടുതൽ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടാകും. അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് പേഷ്യന്റിന് കൊടുക്കാനായിട്ട് HMS സിസ്റ്റത്തിലൂടെ സാധിക്കുന്നതാണ്. Now, if you wish to automate other activities like a patient communication, consider integrating your HMS with a marketing automation software. It will help you automate communication with the patients and doctors. You can send appointments and lab test reminders or follow-ups and create a meaningful, long-lasting relationship. മാർക്കറ്റിംഗ് ഓട്ടോമേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ HMS-ലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്, കണക്ട് ചെയ്യിപ്പിക്കുന്നു. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ, ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് എന്താണ്, ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി, പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊള്ളും. അറിയാവുന്നതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റത്തിൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പൊ ഈ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിനെ HMS-ഉമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യണ്ട, ലബോറട്ടറിയിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഡെസ്കിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർക്ക് ഡോക്ടറുടെ ചെയറിൽ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ക്ലിക്കിലൂടെ കാണാനായിട്ട് സാധിക്കും അല്ലെ. ഒരു പ്രാവശ്യം പേഷ്യന്റ് വിസിറ്റ് ചെയ്താൽ മതി. ആ ഒരു പ്രാവശ്യത്തെ വിസിറ്റിലൂടെ ആ സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇപ്പോ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വേണമെന്ന് വിചാരിക്കാം. ഇപ്പൊ രോഗി വന്നിരിക്കുകയാണ്, തൊട്ടടുത്ത് രോഗി വന്നിരിക്കുകയാണ്, പെട്ടെന്ന് ആ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വേണമെങ്കിൽ ലാബിലോട്ട് വിളിച്ചു ചോദിക്കേണ്ട, മറിച്ച് ഈ ഒരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ലിങ്ക് ആയതുകൊണ്ട് ഡോക്ടർക്ക് ആ ഒരൊറ്റ ക്ലിക്കിലൂടെ ആ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കാണാവുന്നതാണ്. എക്സ്റേ കാണാം, MRI റിപ്പോർട്ട് കാണാം. അങ്ങനെ പല പല ബെനിഫിറ്റും ഈ HMS-ലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാട്ടോ. ഓക്കെ, ക്ലിയർ ഒന്നുകൂടി പറയണ്ടല്ലോ. Then അടുത്തത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you keep records of bed availability, occupancy status, or rooms with the specialized care and more. ഇനി അടുത്തത് ഫെസിലിറ്റികൾ, അതായത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ചില സൗകര്യങ്ങൾ രോഗിക്ക് HMS-ന്റെ സഹായത്തോടു കൂടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇത് രോഗിയുടെ പ്രവർത്തനങ്ങൾ, അതായത് ഹോസ്പിറ്റലിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒന്നെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ റെക്കോർഡ്, അതായത് രോഗിയുമായിട്ടുള്ള ഹോസ്പിറ്റൽ റെക്കോർഡ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുക. അതുപോലെ തന്നെ ബെഡ് അവൈലബിലിറ്റി,
അതായത് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് ബെഡ് അവൈലബിൾ ആണോ, ബെഡ് എന്തായാലും അവൈലബിൾ ആകണം അവർക്ക് കിടക്കണമെങ്കിൽ അല്ലെ. അപ്പൊ ബെഡ് അവൈലബിലിറ്റി നോക്കുന്നു ഈ സോഫ്റ്റ്വെയർ HMS ഉപയോഗിച്ച്. അതുപോലെ തന്നെ റൂംസിന്റെ സ്റ്റാറ്റസ് നോക്കുന്നു. എത്ര 500 ബെഡുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ബെഡിൽ ആളുകൾ ഉണ്ട്, എത്ര എണ്ണം ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്, ബാക്കി എത്ര ബെഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ ഒരു കാൽക്കുലേഷൻ കൂടി ആര് നടത്തുന്നുണ്ട്, HMS നടത്തുന്നുണ്ട്. അത് ഈ ഒരു ഇത് നടത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ അഡ്മിഷന് വരുമ്പോൾ അല്ലെങ്കിൽ ആളുകള് ഡോക്ടറെ കാണാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരൊറ്റ ക്ലിക്കിലൂടെ എത്ര ബെഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇനി ബാലൻസ് ഉള്ള ബെഡുകൾ എത്രയാണ്, അതിലിപ്പോ പോവാനായിട്ടുള്ള രോഗികൾ എത്രയാണെന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. Okay, then it collects all such information and makes the second day. It collects all such information and makes it easily available to the receptionist. If a hospital has different facilities, then an HMS connects them to provide an overall picture. For example, doctors can access patient data from any hospital. Patients can visit any hospital in the basics of their convenience, as all the records are available online. അതുപോലെ തന്നെ ഒരു റിസപ്ഷനിസ്റ്റിന് ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം മാനേജ് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവരുടെ ഒരൊറ്റ ക്ലിക്കിലൂടെ സാധ്യമാകുന്നു. റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യേണ്ട, വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്നും വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് മനസ്സിലാവുന്നതാണ് അല്ലെ. ഇവിടെ ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും അവർക്ക് HMS കാണാൻ സാധിക്കുന്നതാണ്. ഹോസ്പിറ്റലിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് HMS എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. പല പല ഡിപ്പാർട്ട്മെന്റുകളെ കണക്ട് ചെയ്യുന്നു. ലാബുമായിട്ടും OPD-യുമായി കണക്ട് ചെയ്യുന്നു, ലാബുമായും ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഓപ്പറേഷൻ തിയേറ്ററുമായിട്ടും ലാബുമായും കണക്ട് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, ആരെയും വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. HMS-ന്റെ സോഫ്റ്റ്വെയർ എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ പിക്ചർ ഈ HMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ്, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഡോക്ടേഴ്സ് ക്യാൻ ആക്സസ് പേഷ്യന്റ് ഡാറ്റ ഫ്രം എനി ഹോസ്പിറ്റൽ. പേഷ്യന്റ് ക്യാൻ വിസിറ്റ് എനി ഹോസ്പിറ്റൽ ഇൻ ദ ബേസിസ് ഓഫ് ദെയർ കൺവീനിയൻസ്, ആസ് ഓൾ ദ റെക്കോർഡ്സ് ആർ അവൈലബിൾ ഓൺലൈൻ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് പല ബ്രാഞ്ചുകൾ ഉണ്ടാകും അല്ലെ. അതായത് നമ്മുടെ ഒരു ജില്ലയിലായിരിക്കില്ല, പല ജില്ലകളിലായിട്ട് അല്ലെങ്കിൽ പല പ്രദേശത്തായിട്ട് പല ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തി അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് പോവാണെന്ന് വിചാരിക്കാം. കുറച്ചും കൂടി നല്ല ഡോക്ടറിനെ കാണാനോ അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ അല്ലാത്ത ഡോക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാവുക. അങ്ങനെ കാണാൻ പോവുകയാണെങ്കിൽ ഈ പേഷ്യന്റ് എന്ത് ചെയ്യണ്ട, ഉള്ള റെക്കോർഡ് മുഴുവൻ ചുമന്ന്, ഇയാളുടെ ഫയലൊന്നും മുഴുവൻ ചുമന്നുകൊണ്ട് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറിന് അവിടെ ഇരുന്നു കൊണ്ട് ആ ഹോസ്പിറ്റലിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ് റെക്കോർഡും അദ്ദേഹത്തിന്റെ ഒരൊറ്റ ക്ലിക്കിലൂടെ ലഭിക്കുന്നതാണ് കേട്ടോ. ഓൺലൈൻ വഴിയുള്ള സംവിധാനം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഫയലും റെക്കോർഡും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഡോക്ടർക്ക് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം മുൻകാലങ്ങളിൽ എന്തൊക്കെ ചികിത്സയാണ് നടത്തിയത്, ആരെയാണ് കാണിച്ചത്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. Then അടുത്തത് staff management. The staff management module facilitates a concrete solution to the HR department.
It includes records of hospital staff, job description, service domain, and other important details. It helps you realize your staff without going through a heavy bundle of files. Additionally, it enables us to plan the hiring process based on the requirements of the hospital. സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം HMS എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഏതൊക്കെയാണ്, സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ റെക്കോർഡ്സ്, അതുപോലെ തന്നെ അവരുടെ ജോലി വിവരങ്ങൾ, അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അവർ എത്ര കാലമായി അവരുടെ സർവീസ് ഉണ്ട്, കൂടാതെ അവരുടെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഈ ഒരു HMS സിസ്റ്റം വഴി നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടയാളപ്പെടുത്തേണ്ട ഞാൻ പറയാം, അടയാളപ്പെടുത്തുമ്പോ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒന്ന് പോകാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, പക്ഷെ നമുക്കിത് എടുത്ത് തീർക്കാൻ ഒരു അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫുകളുടെ എല്ലാ ഡീറ്റെയിൽസും അതെന്ത് ചെയ്യുന്നുണ്ട്? HMS കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. HMSന്റെ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ ആണ് കേട്ടോ. ഇവിടെ ഓരോ കാര്യത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? മൊഡ്യൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സിസ്റ്റത്തിനെയാണ് പറയുന്നത്. ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂള്, സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ഓരോ മൊഡ്യൂളുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റാഫുകളെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ, ഇപ്പൊ അവരുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഫയലുകളും മറ്റും പരതി പോകേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. ഈ ഒരു HMSലൂടെ നമുക്ക് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനെ സകലമായ വിവരങ്ങളും അറിയാനായിട്ട് സാധിക്കും. അഡീഷണലി ഇറ്റ് enables us to plan the hiring process based on the requirements of the hospital. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു ഹോസ്പിറ്റലില് 5 നഴ്സുമാർ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ച വിവരം ഈ HMS വഴി അറിയാനായിട്ട് സാധിക്കും. റിസൈൻ ചെയ്തിട്ടില്ല, ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ആ ഒരു വിവരം അവര് മുൻകൂട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ വിവരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? HMS ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? 5 പേര് ആണ് പോകുന്നത് അല്ലെ, റിസൈൻ ചെയ്ത് പോകുന്നത് 5 പേരാണെങ്കിൽ ആ 5 പേരുടെ ഒഴിവിലേക്ക് ആളുകളെ ഹയർ ചെയ്യണം അല്ലെ, റിക്രൂട്ട് ചെയ്യണ്ടേ? ആ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? HMS ചെയ്യുന്നുണ്ട്. എത്ര പേരാണോ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ ഹയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? സ്റ്റാഫ് മാനേജ്മെന്റ് ഓക്കെ ആണോ? ഒരു സെക്കൻഡ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കറണ്ട് വന്നോട്ട് ഇവിടെ. അടുത്തത് സപ്ലൈ മാനേജ്മെന്റ് ആണ്. A hospital cannot afford to be short of medical supplies. Not having the medicine at the right time or a minor delay in refill can lead to severe result. The supply management factor of the HMS tracks the availability of medical stocks. It helps you determine the minimum quantity of supplies required without any hassle. It records the purchase date, quantity consumed, and supplier details. This way, you can calculate your forecast, the next purchase, and record before the stock is short. It also provides the details of the medicine available so that doctors can prescribe the ones in stock.
സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് അതായത് ഒരു HMSന്റെ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂള് ആ ഹോസ്പിറ്റലില് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് മെഡിക്കൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ തീർന്നു പോവാനായിട്ട് പാടുള്ളതല്ല, അല്ലെങ്കിൽ മരുന്നുകൾക്ക് ഡിലേ വരാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ ഇങ്ങനെ എന്താ പറയാ മരുന്നുകൾക്ക് ഡിലേ വരാതിരിക്കാനും അതിന്റെ ഷോർട്ടേജ് ഒക്കെ സംഭവിക്കാതിരിക്കാനുമായിട്ട് ഈ ഒരു HMSന്റെ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂൾ സഹായിക്കുന്നുണ്ട്. ഈ HMSൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഏത് തരത്തിലുള്ള മരുന്നുകളാണ് സ്റ്റോക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്, അതായത് സ്റ്റോക്ക് തീർന്നിട്ടുള്ള മരുന്നുകൾ എത്രയാണ്, അതുപോലെ തന്നെ ആ മരുന്നുകളുടെ ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര അളവിൽ അത് ഉണ്ട്, ദെൻ അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ്, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഇനി ഏതൊക്കെയാണെന്നൊക്കെ ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിന്റെ പർച്ചേസ് ഡേറ്റ്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിന്റെ സപ്ലയറിന്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തില് ഈ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് എളുപ്പമാണ് അല്ലെ? അതായത് നമ്മൾ ഇതിനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ അവലാതിപ്പെടേണ്ടതില്ല. HMSൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അഡ്രിനാലിൻ സ്റ്റോക്ക് തീർന്നു, അല്ലെങ്കിൽ പാരസെറ്റാമോളിന്റെ സ്റ്റോക്ക് തീർന്നു, അതിന്റെ എക്സ്പയർ തീർന്നു, അതിന്റെ സപ്ലൈ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നതാണ്. Okay, then financial management. The financial management factor of an HMS deals with the financial affairs of your hospital. It evaluates stores and presents the billing information to the patients. In addition to this, it also reports the expense incurred by hospital, revenue data, and other financial details of the hospital. This consolidation saves you the trouble of analyzing an enormous file of record books. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു സ്ഥാപനത്തിന്റെ ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അതായത് ആ ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എത്രയാണ്, അതുപോലെ തന്നെ അവരുടെ പേഷ്യന്റ് ബില്ലിംഗ് ഇൻഫോർമേഷൻ, ഓരോരുത്തർക്കും കൊടുക്കുന്ന ബില്ലുകളുടെ എന്താണ് ആകെ തുക, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന റവന്യൂ, ആ ഹോസ്പിറ്റലിന്റെ ഇൻകം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഈ HMSന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാനിപ്പോ ഒന്ന് പറഞ്ഞുതരാം, അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ കേട്ടോ, പേഷ്യന്റ് മാനേജ്മെന്റില് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ. ഫെസിലിറ്റി മാനേജ്മെന്റില് ഫസ്റ്റ് പാരാഗ്രാഫ് ഫെസിലിറ്റിക്ക് തുടങ്ങിയിട്ട് ആൻഡ് മോർ വരെ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. സപ്ലൈ മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് വരുന്നത്, മെഡിക്കേഷൻസ് ഒക്കെയാണല്ലോ വരുന്നത്. മെഡിസിൻസ് അവൈലബിൾ ആണോ, അതിന്റെ പർച്ചേസ് ഡേറ്റ്, അതിന്റെ എക്സ്പയറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സപ്ലൈ മാനേജ്മെന്റ് വരുന്നത്. ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തി വെച്ചാൽ മതി. ഇനി ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഞാൻ പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലെ ഇൻകം, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങള്, അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന ബില്ലുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു HMSന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ ഉപയോഗിച്ച് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട, ധാരാളം ബുക്കുകളൊന്നും എടുത്തുകൊണ്ട് പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് എല്ലാവരും അവൈലബിൾ ആകുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. An HMS insurance management component records and stores patient insurance details. On requirement, it presents the policy number, insurance company, and other related information. The software makes it easy to retrieve these details
മേക്കിംഗ് ഇൻഷുറൻസ് വാലിഡേഷൻ ഈസിയർ. അതുപോലെ തന്നെ ഈ ഒരു HMSന്റെ ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ പേഷ്യൻസിന്റെ ഒക്കെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ റിക്വയർമെന്റ്, അതുപോലെ തന്നെ പോളിസി നമ്പർ, ഇൻഷുറൻസ് കമ്പനി ഏതാണ്, അതുപോലെ ആ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ഒരു പേഷ്യന്റ് വന്നു ഇൻഷുറൻസിന് ക്ലെയിം കൊടുക്കുകയാണ്. പേഷ്യന്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ രേഖകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് പേഷ്യന്റ് ID ഉപയോഗിച്ച് എന്ത് ചെയ്യാം, പേഷ്യന്റ് ഇൻഷുറൻസിന്റെ ക്ലെയിം ഏതാണ്, ആ ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനി ഏതാണ്, പേഷ്യന്റ് ഇൻഷുറൻസിന്റെ പോളിസി നമ്പർ ഏതാണെന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആക്കുന്നതാണ്. ഓക്കെ. Then laboratory management. The laboratory management features show the details of different lab tests patients take. It provides reports when needed and maintains all records collectively. The doctors can easily access. It also notifies the doctor and the patients when the results are ready. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, ഡോക്ടേഴ്സിന് എന്ത് ചെയ്യേണ്ട, ലബോറട്ടറിയിൽ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പേഷ്യന്റിന്റെ റിസൾട്ട് ആയോ, റിസൾട്ട് ആകാൻ എത്ര നേരം എടുക്കുമെന്നൊന്നും വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ആ പേഷ്യന്റിന്റെ ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ലബോറട്ടറി പാത്തോളജി ടെസ്റ്റുകളൊക്കെ എന്താണ് ഈ ഒരു സിസ്റ്റത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോക്ടർക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാനും പറ്റും. ഓക്കെ. ഡോക്ടറിന്റെ ചെയറിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് ലബോറട്ടറിയുടെ, അതായത് ലാബ് ടെസ്റ്റുകള്, ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആകുന്നതാണ്. ഓക്കെ. Then report management. Report management module records and stores all the reports generated by the hospital. In the case of financial reports, it verifies performance metrics to the check business for profitability. It also provides a comparison between performance reports for different years. An authorized person can access the reports at any time. Besides, you can use healthcare dashboards to present in an easy to read format. Okay, ഞാൻ പറഞ്ഞു ഡാഷ്ബോർഡുകളുടെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ. നേരത്തെ ഞാനൊരു പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, ഓർമ്മയുണ്ടോ അത്? ഡാഷ്ബോർഡ് സർക്കിളും അതുപോലെ സ്ക്വയറും അതൊക്കെ വരുന്ന പല തരത്തിലുള്ള ഗ്രാഫ് പോലെ ഉള്ള സംഭവം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അതിനെയാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താ പറയുന്നതെന്ന്. റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ടല്ലോ, HMSന്റെ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾസ് ഹോസ്പിറ്റലിന്റെ എല്ലാ റിപ്പോർട്ട്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളാണ് അതിനകത്ത് മേജർ ആയിട്ട് വരുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകള് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ഥാപനം ലാഭകരമാണോ എന്ന് പ്രവർത്തിക്കുന്നത് പരിശോധിക്കുന്നുണ്ട്. പ്രൊഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ പ്രൊഫിറ്റ് ഉണ്ടോ അവർക്ക് ആ സ്ഥാപനത്തിന് എന്നാണ് എന്ത് പരിശോധിക്കുന്നത്, HMSന്റെ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും, അതായത് ഈ ഒരു വർഷം ഈ ഒരു HMSന്റെ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ വർഷങ്ങൾ അതുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. പോയ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു, ഈ വർഷം അതിനേക്കാളും കൂടുതലാണോ കുറവാണോ, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റവന്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഒരു ഓതറൈസ്ഡ് പേഴ്സണെ എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും ഈ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് HMSൽ ഇത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ചിലപ്പോ ഇൻകം ടാക്സ് ഓഫീസർ ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മറ്റു പല അതോറിറ്റികളാകാം. അവർക്ക് ഈ ഹോസ്പിറ്റലിന്റെ ക്രയവിക്രയങ്ങൾ, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ ക്ലിക്ക് കൊടുത്താൽ മതി. പോയ വർഷങ്ങളിലും ഈ വർഷങ്ങളിലും ഒക്കെ എന്താണ് അവരുടെ പ്രോഫിറ്റ്, അവരുടെ ബിസിനസ്സിന് എത്രത്തോളം ലാഭം ഉണ്ടായെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും.
Okay. Then besides, you can use healthcare dashboards to a person in easy to read format. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ HMS ൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഡാഷ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ? ആ പിക്ചറിലാണ് ഓരോ വർഷത്തെയും പ്രോഫിറ്റും എത്രയാണ് അവർക്ക് ഇൻകം ഉണ്ടായിരിക്കുന്നത്, എത്രയാണ് ലോസ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു എങ്ങനെയാണ് നമ്മൾ ഒരു സർക്കിൾ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുക, അങ്ങനെയാണ് ഈ ഡാഷ്ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വാക്സിനേഷൻ മാനേജ്മെന്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. എ വാക്സിനേഷൻ മോഡൽ കീപ്സ് track of all the completed or upcoming vaccination. It updates you about upcoming vaccinations and books a slot with the doctor. It also sends timely reminders to parents to make sure they don't miss the slot. അതായത് പേഷ്യൻസിന് ചിലപ്പോൾ വാക്സിൻ ഒക്കെ കൊടുക്കാനുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എടുക്കാനുണ്ടാവും, അവർക്ക് ചില സമയത്ത് ടേക്ക് ചെയ്യാനുണ്ടാകും. അപ്പൊ ഈ ഒരു HMS വഴി ഏതൊക്കെ പേഷ്യൻസിനാണ് വാക്സിൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇപ്പോ പേഷ്യൻസ് ചിലപ്പോ അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടാവും വാക്സിനുകൾ. നമുക്ക് കൊറോണയൊക്കെ വന്ന നമുക്ക് ടൈമിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ വാക്സിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കോവാക്സിൻ, കോവിഷീൽഡിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഓൺലൈൻ വഴിയല്ലേ ബുക്ക് ചെയ്തത്? അപ്പോ നമുക്ക് ഏതൊക്കെയാണ് വാക്സിൻ എടുക്കേണ്ടത് അത് എന്ത് ചെയ്യാൻ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഡോക്ടർ എപ്പോഴാണ് ഡോക്ടർ അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആവുക, ആരൊക്കെയാണ് അത് നമുക്ക് തരുന്നത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ, ഏതാണ് എവിടെ പോയാണ് നമ്മൾ വാക്സിൻ എടുക്കേണ്ടത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു HMSന്റെ വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. ഡിഫിക്കൽട്ട് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒന്ന് എന്താണ് റിപ്പോർട്ട് മാനേജ്മെന്റ്, എന്താണ് ലബോറട്ടറി മാനേജ്മെന്റ്, എല്ലാവരും HMSന്റെ ആ ഒരു മൊഡ്യൂൾ അനുസരിച്ചിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? ലബോറട്ടറി മാനേജ്മെന്റിലാണെങ്കിൽ എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യുന്നു. റിപ്പോർട്ട് മാനേജ്മെന്റിലാണെങ്കിൽ ഹോസ്പിറ്റലിലെ സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ റവന്യൂ, എന്തൊക്കെയാണ് അവരുടെ എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത്. വാക്സിനേഷൻ മാനേജ്മെന്റിലാണെങ്കിൽ വാക്സിൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ശ്രീജ, സുജിത്തെ മനസ്സിലായോ? ഓക്കെയാണ്? അതെ, ഒന്നുകൂടെ വായിച്ചാല് കുറച്ചുകൂടെ ഒന്നുകൂടി വായിച്ചാൽ മതി കേട്ടോ. ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടല്ലോ, ഒന്നും കൂടി വായിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. അധികം നമ്മളെന്നാ ഫസ്റ്റ് പേജ് എടുത്ത പോലത്തെ ടഫ് അല്ല, ഇനി വരുന്നതും അധികം ടഫ് അല്ല കേട്ടോ. ഓക്കെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ കമ്പ്യൂട്ടർ ഒക്കെ വരുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് എടുക്കാൻ വെച്ചേക്കുക. അതായത് കുറെ നിങ്ങള് ബുദ്ധിമുട്ടി അല്ലെ ഒരു ചാപ്റ്റർ എടുത്ത് വായിക്കാനായിട്ട്, മനസ്സിലായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു ചാപ്റ്ററിലൂടെ പോയപ്പോ. അപ്പൊ ലാസ്റ്റ് നമ്മൾക്ക് നല്ലൊരു ചാപ്റ്റർ വേണ്ടേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതൊക്കെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട, ശരിക്കും വായിച്ചു നോക്കിയാൽ മതി. നന്നായിട്ട് വായിച്ചു നോക്കിയാലേ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഏകദേശം എപ്പോഴായിരിക്കും മാം എക്സാം വരണേ? എക്സാം വരുന്നത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഉണ്ടാവാം ജനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കാം ചിലപ്പോ ഉണ്ടാകുന്നത്. കറക്റ്റ് അറിയില്ല. ഒരു സെക്കൻഡ് കേട്ടോ, ആരും പോവല്ലേ.